ഹലോ കൂട്ടുകാരെ, മഴക്കാല ഓഫറാണ്. മച്ചന്മാരെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് അടിയിൽ കമൻ്റ് ഇടുക. അതായത് എൻ്റെ കൂടെ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ സിനിമ കാണാനോ എന്തിനെങ്കിലും ആവട്ടെ, എന്താ താല്പര്യം അത് എഴുതിയിട്ടാൽ മതി. ഏറ്റവും കുറഞ്ഞ ഓഫറേ ഉള്ളൂ. അതേപോലെ 2000 3000 ഒന്നുമില്ല, 100 200 മതി. അപ്പോൾ എന്തായാലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യുവതി വന്നിട്ട് ഇങ്ങനെ ഓഫർ കൊടുക്കുന്നത് മച്ചാന്മാർക്ക് വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയയിൽ. അപ്പം ചേച്ചി ഓഫർ വെച്ചിരിക്കുകയാണ്. ചേച്ചിയുടെ കൂടെ നടക്കാൻ നിങ്ങൾ റെഡിയാണോ? ചേച്ചിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ നിങ്ങൾ റെഡിയാണോ? ചേച്ചിയുടെ കൂടെ ചായ കുടിക്കാൻ നിങ്ങൾ റെഡിയാണോ? ചേച്ചിയുടെ കൂടെ ചുമ്മാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചും എന്തെങ്കിലുമൊക്കെ കുശലം പറഞ്ഞ് നടക്കാനുമൊക്കെ നിങ്ങൾ റെഡിയാണോ? അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഒരു ഓഫറുമായിട്ടാണ് ചേച്ചി വന്നിട്ടുള്ളത്. അതും മഴക്കാല ഓഫർ. ഈ ഓഫർ മഴക്കാലത്തേക്ക് മാത്രമുള്ള ഓഫറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മച്ചന്മാർ നിങ്ങളാരും മിസ് ചെയ്യരുത്. അപ്പോൾ ചേച്ചി പറയുന്ന ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഷോപ്പിംഗ് നടത്താൻ എൻ്റെ കൂടെ വരികയാണെങ്കിൽ 100-200 രൂപ മതി. ഇതൊക്കെ മതി, ഒരു ചായക്കുള്ള പൈസ. സിനിമയ്ക്കാണെങ്കിൽ 250. ഓക്കെ, ഡ്രസ്സ് എടുക്കാൻ പോകാനാണെങ്കിൽ 250. അത്രയും മതി. നമ്മൾ പാവങ്ങളല്ലേ, അത്രയൊക്കെ മതി. താല്പര്യമുള്ളവർ കമൻ്റ് അടിക്കുക, കമൻ്റ് എഴുതിയിടുക. മച്ചന്മാരെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ. ഇപ്പോൾ ഓരോരുത്തർ ഡൽഹിയിൽ കറങ്ങാൻ പോകുമ്പോൾ 2000, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ 2500, അതൊക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ കറങ്ങാൻ പോകുന്നത്. എനിക്ക് അത്ര ഒന്നുമില്ല. മഴക്കാലത്തിൻ്റെ അപ്പോൾ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ ചേച്ചിയുടെ കൂടെ നടക്കാൻ പോകാനും ചേച്ചിയുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകാനും ചേച്ചിയുടെ കൂടെ കോഫി എടുക്കാനും കോഫി കുടിക്കാൻ പോകാനും ഒക്കെ ചേച്ചി ഓഫർ വെച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്ന് ഓർക്കണം. നമ്മുടെ കേരളം എത്രയധികം പുരോഗമിച്ചു, കേരളത്തിന് വന്ന മാറ്റം, അതാണ് നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത്. നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ഇത്രയ്ക്കധികം പുരോഗമിച്ചു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് മച്ചാന്മാർക്ക് ഓഫർ പറയുകയാണ്. വലിയ ഓഫറൊന്നുമില്ല കേട്ടാ. 100, 150, 200, 250, കൂടിപ്പോയാൽ 250. ഷോപ്പിങ്ങിന് പോകുന്നവർക്കാണ് കേട്ടോ 250. നടക്കാനൊക്കെ ആണെങ്കിൽ 100, കോഫി കുടിക്കാൻ 150. അങ്ങനെ ചേച്ചി റേറ്റ് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ചേച്ചിയുടെ ഓരോരോ ആഗ്രഹങ്ങളാണെന്നും പറയുന്നുണ്ട്. പിന്നെ ചേച്ചി പറയുന്നൊരു പ്രത്യേകത, ബാക്കിയുള്ളവരൊക്കെ ഡൽഹിയിലൊക്കെ പോകാനായിട്ട് ഇങ്ങനെയുള്ള ഓഫറൊന്നും തരത്തില്ല, ഇതിനും വലിയ റേറ്റല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ ചേച്ചി അങ്ങനെ വലിയ റേറ്റൊന്നും മേടിക്കുന്നില്ല. അപ്പം സാധാരണക്കാരായ മച്ചാന്മാരുടെ സാമ്പത്തിക ശേഷിയൊക്കെ മനസ്സിലാക്കി അവർക്ക് ചേച്ചി ഇളവുകൾ പ്രഖ്യാപിച്ച് അവരുടെ പോക്കറ്റിൻ്റെ കനം മനസ്സിലാക്കി അവർക്ക് ഒരു അനുകമ്പ കാണിച്ച്, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അനുകമ്പ കാണിച്ച് ചേച്ചി ഓഫർ വെച്ചിരിക്കുകയാണ്. ഓഫർ 100, 150, 200, 250 രൂപ മാത്രം. ചേച്ചിയുടെ കൂടെ നടക്കാം, ചേച്ചിയുടെ കൂടെ ഇരിക്കാം, ചേച്ചിയുടെ കൂടെ ഫുഡ് കഴിക്കാം, ചേച്ചിയുടെ കൂടെ ചായ കുടിക്കാം, ചേച്ചിയുടെ കൂടെ കപ്പലണ്ടി കുറിച്ച് നടക്കാം, ഇവിടെ ഷോപ്പിങ്ങിന് പോകാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചേച്ചി 250 രൂപ വരെയും ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളത്. 100 സ്റ്റാർട്ടിങ്, 250. പിന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത് കമൻറ്റിൽ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇത് ഇവരുടെയൊക്കെ വീട്ടുകാർ കാണുമ്പോൾ അവരുടെ ഒരു അവസ്ഥ, വീട്ടുകാരും കൂടെ അറിഞ്ഞുകൊണ്ടാണോ, ഈ ചേച്ചിയെക്കുറിച്ചിട്ട് അറിയത്തില്ല, കുറേ റീലുകളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്ത്രീകളുടെ ആ ഒരു മനസ്സും മാനസികാവസ്ഥയും പണത്തിന് വേണ്ടിയിട്ടാണോ, റീച്ചിന് വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇത്രയ്ക്കധികം തരം താഴാൻ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ആകും, അവർക്ക് കഴിയും എന്ന് തെളിയിച്ചു തന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു സ്ത്രീ, അതും ഒരു മലയാളിയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് ഇമാതിരി ഒരു ഓഫർ വെച്ച് നീട്ടുന്നതും മച്ചന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഓഫർ, മഴക്കാല ഓഫർ എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പൊന്ന് ചേച്ചി ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് പറയാനായിട്ട് കുറച്ചെങ്കിലും നാണമുണ്ടോ ചേച്ചി നിങ്ങൾക്ക്? ഇതിപ്പോൾ ഒന്നെടുത്താൽ 2, 2 എടുത്താൽ 3, 3 എടുത്താൽ 4 എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ലേലം വിളിക്കുന്നതിന് തുല്യമാണ് ചേച്ചി. ഈ ഇത്രയ്ക്കും തരം താഴുമോ സ്ത്രീകൾ? നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്, നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെ കുറിച്ചിട്ട് കേരളത്തിലെ പെണ്ണുങ്ങൾ ആനയാണ്, തേനയാണ്, ചേനയാണെന്നൊക്കെ ആയിരുന്നു നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയ്ക്കും അഭിമാനികളായിട്ടുള്ള സ്ത്രീകളുള്ള സ്ഥലമാണ് കേരളം. കേരളത്തിലെ സ്ത്രീകൾക്കാണേലും പുരുഷന്മാർക്കാണേലും ഭയങ്കര അഭിമാനികളാണ്, കുടുംബ മഹിമയുള്ളവരാണ്. എന്തൊക്കെ പറയാം അതൊക്കെ പറയുമായിരുന്നു. പക്ഷെ അതെല്ലാം കൊണ്ട് തുരച്ച് വെച്ചിരിക്കുകയാണ്
ഇതുപോലെയുള്ള സ്ത്രീകൾ ഇപ്പം ഇത് ഒന്നൊന്നുമല്ല, ഒരുപാടുണ്ട് കേട്ടോ മലയാളികൾ. പക്ഷേ ഇങ്ങനത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സ്വന്തം മാനം വെച്ചിട്ട് പണം ഉണ്ടാക്കുന്നതും റീച്ച് ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ടിട്ട് കണ്ണ് തള്ളി അന്തം വിട്ട് കുന്തം വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്? ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയധികം പ്രാധാന്യം വന്നതോടുകൂടിയാണ് സ്ത്രീകളാണേലും കുട്ടികളാണേലും പുരുഷന്മാരാണേലും ഈ രീതിയിലൊക്കെ സംസാരിച്ച് തുടങ്ങിയതും കാണിക്കാൻ തുടങ്ങിയതും ഒക്കെ. സോഷ്യൽ മീഡിയയിൽ ഓരോരോ റീൽസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ കഴിയുമോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ കഴിയുമോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ ഈ ചേച്ചിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ മോശമാണ്. പിന്നെ ഒരു കാണുമ്പോൾ നമുക്കൊരു സാധാരണ ഒരു വീട്ടിലെ ഒരു ചേച്ചിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ല എന്നങ്ങ് വെച്ചിട്ട് അങ്ങ് തള്ളിവിടാറാണ് പതിവ്. പക്ഷേ ഇത് അങ്ങനെ കണ്ടില്ലെന്ന് വെച്ചിട്ട് വിടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് മറ്റുള്ളവർ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ചേച്ചി ഇനിയിപ്പോൾ ആ ചേച്ചിക്ക് ഏത് രീതി വേണമെങ്കിലും നടക്കാം. ഇനി ആരുടെ കൂടെ വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ കോഫി കുടിക്കാനോ സിനിമ കാണാനോ ഷോപ്പിങ്ങിനോ ഒക്കെ പോകാം. പക്ഷേ പബ്ലിക്കിൽ വന്നിങ്ങനെ ഓഫർ വെച്ചിട്ട് ആൾക്കാരെ വിളിക്കുന്ന അത്രയ്ക്കും തരം താണു പോയി നമ്മൾ മലയാളികളായിട്ടുള്ള സ്ത്രീകൾ എന്നാലോചിക്കുമ്പോൾ എനിക്കിത് എടുക്കാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തത്. അപ്പോൾ ഈ ചേച്ചി മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊണ്ട് വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും, ക്യാഷിന് വേണ്ടിയിട്ടായിരിക്കും. പലരും വാട്സപ്പ് നമ്പറൊക്കെ കൊണ്ടുവച്ചിട്ട് റീലിട്ടിട്ട് തൻ്റെ വാട്സപ്പ് നമ്പറാണെന്ന് പറഞ്ഞ് പലരും ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പല കാര്യങ്ങൾക്കും വേണ്ടി സോഷ്യൽ മീഡിയ ആ ഒരു രീതിയിലേക്ക് ഉപയോഗിക്കുന്ന സ്ത്രീകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ആ ഒരു മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കേരളത്തനിമയുള്ള സ്ത്രീ, അല്ലെന്നുണ്ടെങ്കിൽ കുടുംബമഹിമയുള്ള സ്ത്രീ, ഈ കുലസ്ത്രീ, ഇതൊക്കെ പോയി. ഇനിയിപ്പോൾ ഇതൊക്കെ പേരിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരും കൂടി ഇതൊക്കെ കണ്ടിട്ട് ഈ ഒരു ലെവലിലേക്ക് വരും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും പണ്ട് ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ തെറ്റാണ് എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അയ്യോ അങ്ങനെ ചെയ്താൽ അത് തെറ്റാവും, മറ്റുള്ളവരറിഞ്ഞാൽ നാണക്കേടല്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവരറിഞ്ഞാൽ എന്ത് പറയും, നമുക്ക് ചീത്തപ്പേരാകില്ലേ എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചിന്തയിൽ നിന്നും ആ ഒരു ചിന്താഗതിയിൽ നിന്നും ഇത്രയധികം ഈ ഒരു നിലവാരം കുറഞ്ഞ ഈ ഒരു അവസ്ഥയിലേക്ക് ആൾക്കാർ മാറി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എടുക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. ഈ ആണുങ്ങളെ ഇനിയിപ്പോൾ പോവാതിരിക്കുമോ എന്നുള്ളതിലല്ല ഇവിടുത്തെ വിഷയം. ഈ ഒരു വീഡിയോ അവരെന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുത്തിട്ടുള്ളത്, ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് ആലോചിച്ചപ്പോൾ എന്ത് പറയണമെന്നറിയത്തില്ല. ഈ സോഷ്യൽ മീഡിയ വരുന്നത് പലർക്കും പല കാര്യത്തിലും ഉപകാരം ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതിന് പകരം പല ആൾക്കാരും ഇത് മോശമായിട്ടുള്ള രീതിയിലും താണു പോകുന്ന ആ ഒരു രീതിയിലേക്കുമൊക്കെ ഈ സോഷ്യൽ മീഡിയ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വളരെ വിഷമകരം. അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് പബ്ലിക്കിൽ വന്ന് ഇതുപോലെയൊക്കെ പറയാനായിട്ട് ഇവർക്കൊക്കെ മനസ്സ് വരുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു മാനസികാവസ്ഥയും മനോനിലയും ഇവരുടെയൊക്കെ നിലവാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.